ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരണം പൂർത്തിയാക്കിയ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ജൂലൈ 17 ഉദ്ഘാടനം ചെയ്യാൻ ആലോചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുക. മലപ്പുറം ജില്ലയിലെ തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളും ഫറോക്ക്, തലശ്ശേരി എന്നീ സ്റ്റേഷനുകളുമാണ് പാലക്കാട് ഡിവിഷന് കീഴിൽ നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നുള്ള ചാലക്കുടി, അങ്കമാലി സ്റ്റേഷനുകളും ഉദ്ഘാടനത്തിനൊരുങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടികളുടെ സമയക്രമം അനുസരിച്ച് ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കും. അവസാന മിനുക്കുപണികളിലാണ് സ്റ്റേഷനുകളെല്ലാം. തിരൂരാണ് പാലക്കാട് ഡിവിഷൻ ഉദ്ഘാടനം നടക്കുന്നത്. പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 26.55 കോടി രൂപയുടെ നവീകരണമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കിയത്. മുൻപ് 18 കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. സ്റ്റേഷനിൽ പുതിയ കവാടത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ടിക്കറ്റ് കൌണ്ടർ, 2 ATVMകൾ എന്നിവ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കെട്ടിടത്തിലെ മ്യൂറൽ പെയിന്റ് മായ്ച്ചു. ഇവിടെ പുതിയ ചിത്രങ്ങൾ വരയ്ക്കും. പുതിയ കവാടത്തിലേക്കുള്ള നടപ്പാതയും നവീകരിക്കുന്നുണ്ട്. പ്രധാന കവാടം നേരത്തെ മോടി പിടിപ്പിച്ചിരുന്നു. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും പവർ പ്ലാന്റും ഇവിടെ തയ്യാറാണ്. പ്ലാറ്റ്ഫോമുകൾ ഉയർത്തുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപയുടെ നവീകരണമാണ് നടത്തിയത്. ഇവിടെ നേരത്തെ 6.3 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇവിടെ കവാടം മോടിക്കൂട്ടുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. വിശാലമായ പാർക്കിംഗ് സൗകര്യം തയ്യാറാക്കിയിട്ടുണ്ട്. നിലമ്പൂർ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ നവീകരണമാണ് നടത്തിയത്. ഇവിടെ നേരത്തെ 8 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. രണ്ടാം കവാടത്തിൽ ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം മേൽക്കൂര, വൈദ്യുതീകരണ പ്രവൃത്തികൾ, സിഗ്നൽ സംവിധാനം തുടങ്ങിയ പ്രവൃത്തികൾ നടത്തി. കവാടം മോടിക്കൂട്ടുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 പദ്ധതി വഴിയുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്.